ജി സുധാകരനുമായുള്ള അനുനയ നീക്കശ്രമം സിപിഎം ഉപേക്ഷിച്ചെന്ന് വിവരം. നേതാക്കളുമായി ചർച്ച നടത്തിയിട്ടും അംഗത്വം പുതുക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ജി സുധാകരൻ. ഫൈസൽ അസീസ് വിവരങ്ങൾ നൽകും. ഫൈസൽ, മുതിർന്ന നേതാക്കളൊക്കെ ഇടപെട്ടിട്ടുള്ള അനുനയ നീക്കം വളരെ ഊർജിതമായി നടക്കുന്നതാണ് കണ്ടത്. പക്ഷേ എത്ര അനുനയ നീക്കങ്ങൾ നടന്നിട്ട് പോലും നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ജി സുധാകരൻ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയൊരു നീക്കം വേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നോ സിപിഎം നേതൃത്വം? ജിൻസി, തീർച്ചയായും അങ്ങനെ തന്നെ കരുതേണ്ടി വരും. കാരണം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് ഇപ്പോൾ 7 ദിവസം കഴിയുകയാണ്. ആ 7 ദിവസം കഴിയുമ്പോഴും ജി സുധാകരൻ തന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് പ്രകാരം, അതായത് സിപിഎം ജില്ലാ സെക്രട്ടറിയും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെയും ഉൾപ്പെടെ വലിയ രീതിയിൽ വിമർശിക്കുകയും പാർട്ടി അംഗത്വം പുതുക്കില്ല എന്നാണ് ജി സുധാകരൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ തൊട്ടു പിന്നാലെ ജില്ലാ സെക്രട്ടറി ആർ നാസർ അദ്ദേഹത്തെ വിളിച്ച് അനുനയ നീക്ക ശ്രമം നടത്തുകയും ചെയ്തു. അദ്ദേഹം തന്നെ നിലപാടിൽ ഉറച്ചു നിന്നു. തൊട്ടു പിന്നാലെ സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അദ്ദേഹം ജി സുധാകരനെ വിളിക്കുകയും ഈ പാർട്ടി അംഗത്വം പുതുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അദ്ദേഹം തന്നെ നിലപാടിൽ അപ്പോഴും ഉറച്ചു നിന്നു. അതിന് തൊട്ടു പിന്നാലെ കഴിഞ്ഞ ദിവസം സിപിഎമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാതയും അതുപോലെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം G ഹരിശങ്കറും കൂടി നേരിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തുകയും അനുനയ നീക്ക ശ്രമം നടത്തുകയും ചെയ്തു. 1 മണിക്കൂറോളം നീണ്ടുനിന്ന കൂടിക്കാഴ്ചയായിരുന്നു അത്. അനുനയ നീക്ക ശ്രമം നടത്തിയെങ്കിലും അദ്ദേഹം അതിന് വഴങ്ങിയില്ല. അദ്ദേഹം തന്നെ നിലപാടിൽ ഇപ്പോഴും തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടി ഇനി ഒരു അനുനയ നീക്ക ശ്രമം വേണ്ട എന്നുള്ള നിലപാടിലേക്ക് എത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഇതിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോഴാണെങ്കിൽ കോൺഗ്രസ് ഇപ്പോഴും അമ്പലപ്പുഴ സീറ്റ് ഒഴിച്ചു നിർത്തിയാണ് ബാക്കി മണ്ഡലങ്ങളിലൊക്കെ തന്നെയും സ്ഥാനാർത്ഥികളെ പരിഗണിക്കുന്നത്. നിലവിൽ അമ്പലപ്പുഴയിലെ സാധ്യതാ പട്ടികയിലുള്ള ശുക്കൂറിനോടും അതുപോലെ മറ്റ് സ്ഥാനാർത്ഥികളോടും ഉൾപ്പെടെ മറ്റ് മണ്ഡലങ്ങൾ കൂടി ഏതെങ്കിലും വേണമോ എന്നുള്ളൊരു കാര്യം കൂടി ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജി സുധാകരന്റെ തീരുമാനമാണ് ഇനി നിർണായകം. അദ്ദേഹം എന്ത് തീരുമാനമെടുക്കുന്നു, അതായത് സ്വതന്ത്രനായി മത്സരിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും UDF പിന്തുണ കൊടുക്കുമെന്നുള്ളൊരു കാര്യമാണ്. UDF ഉറപ്പായും പിന്തുണ നൽകുമെന്ന് നേരത്തെ തന്നെ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ജി സുധാകരന്റെ തീരുമാനമാണ് ഇനി വളരെ നിർണായകം.